നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നല്ല ആഗ്രഹം. ആര് സമ്മതിച്ചാലും പവിത്രൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പഴയ കാര്യമൊന്നും പവിത്രൻ അത്ര പെട്ടെന്നങ്ങ് മറക്കാൻ സാധ്യതയില്ല. അയാളുടെ സമ്മതം ആർക്ക് വേണം? വെറുതെ അല്ലല്ലോ, വിദേശത്ത് പോയി ബിരുദം നേടിയിട്ടല്ലേ. ഇവിടെ ആർക്കുണ്ട് ബിസിനസ് സ്റ്റഡീസിലെ വിദേശ ബിരുദം? നേരെ ചൊവ്വെ പേരെഴുതാൻ അറിയാത്തവനെ MD കസേരയില്. ഒരു കമ്പനി ഏറ്റവും നല്ല രീതിയിൽ നടത്താൻ കഴിവുള്ള ആൾക്ക് MD സ്ഥാനം കൊടുക്കണം. കമ്പനിക്ക് നല്ലത് അതല്ലേ. ഏട്ടത്തി ഏതായാലും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ഏട്ടത്തിക്ക് ബിസിനസ് അറിയാം. നിന്റെ ആഗ്രഹം ഉറപ്പൊക്കെ കൊള്ളാം. പക്ഷേ പഴയ കാര്യങ്ങളും അനുഭവങ്ങളും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം കിനാവ് കാണേണ്ടത്. അല്ലേ ദിയേട്ടാ, ഇന്ദുഗോപൻ നമ്മുടെ മോനല്ലേ? പവിയേട്ടൻ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എവിടെയൊക്കെ നോക്കി. പവിയേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? ചേച്ചി വിളിക്കുന്നു പറഞ്ഞു പോയിട്ട് ആളെ കാണാനില്ല. ഞാനേ ചേച്ചിയുടെ മുറിയിലും പോയി നോക്കി. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയെന്നും പറഞ്ഞു. എന്താ പവിയേട്ട, ആ ദർശന വല്ല കൊനിഷ്ടം ഉണ്ടാക്കിയോ? അവരമ്മയും മരുമോളും ഒറ്റക്കെട്ട, കൂട്ടിന് രൂപേഷും. അത് പൊളിച്ചാലേ ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്ര സുഖകരാവും. പവിയേട്ട, ഈ ലോകത്ത് ഏറ്റവും എളുപ്പം പരസ്പരം ശത്രുക്കളാക്കാൻ പറ്റുന്ന ബന്ധം അമ്മായി അമ്മ മരുമകൾ ബന്ധം അല്ലേ? കാറ്റും തീയും ഒന്നുമില്ലാതെ പുകയുണ്ടാക്കാൻ സാധിക്കുന്ന ബന്ധം. എങ്കി പുകയണം. പുകഞ്ഞ് പുകഞ്ഞ് ഒരു അരക്കില്ലം പോലെ കത്തി അമരണം. ഈ മരുവത്തൂർ തറവാടും അമ്മായിയമ്മ മരുമകൾ ബന്ധവും. ബാംഗ്ലൂർ ബേസ് കമ്പനി എൻ്റെ ബിനാമി കമ്പനിയാണോന്ന് ദർശനയ്ക്ക് സംശയം തോന്നിയിട്ട് കുറച്ചു നാളായി. ഇപ്പൊ കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യണമെന്ന് ചേച്ചിയെ നിർബന്ധിക്കുന്നതും അവളാ. ഇതങ്ങനെ വിട്ടാ ചെന്നെത്തുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്കാ. എന്നുവെച്ചാ നമ്മുടെ ബിനാമി കമ്പനിയുടെ രഹസ്യങ്ങളിലേക്ക് ചേച്ചിയുടെ കയ്യും പിടിച്ചവൾ ഊഴിയിട്ട് ഇറങ്ങിച്ചെന്നാൽ വിശ്വേട്ടന്റെ മരണത്തിന്റെ ശേഷിപ്പുകളിലേക്കായിരിക്കും ചെന്നെത്തുന്നത്. അങ്ങനെ സംഭവിച്ചാ പിന്നെ ഈ സെന്റിമെന്റൽ ലോക്കൊക്കെ മരണക്കയറായി തീരും. അതിന്റെ കുരുക്കിൽ ചേതനയേറ്റാടുന്ന രണ്ട് ശവങ്ങളിൽ ഒന്ന് പവിയേട്ടനും മറ്റൊന്ന് ഈ ഗിരിജയുമായിരിക്കും. അത് സംഭവിക്കരുത്. അതിനൊരു മാർഗേ ഉള്ളൂ. അമ്മയും മകനും പിണങ്ങിപ്പിരിയണം. അതിന് ഏറ്റവും അനുയോജ്യമായ ഇരയെ കൊളുത്തി വേണം ചൂണ്ടയെറിയാൻ. അറിയാം, ആഴക്കടലിന്റെ പരപ്പും ആഴവുമുള്ള ബന്ധമാണ് അമ്മയും മകനും മരുമകളും തമ്മില്. ആ ആഴക്കടലിനെ കലക്കി മറിക്കാൻ ചൂണ്ടയിൽ കൊരുക്കേണ്ട ഇര അവള് മാത്ര, അഞ്ജന. അതിനെ എന്റെ കയ്യിലൊരു പദ്ധതിയുണ്ട്. പവിയേട്ടനൊന്ന് കേട്ടിട്ട് പച്ചക്കൊടി കാട്ടിയാ മാത്രമേ ഞാൻ ഇറങ്ങൂ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ പ്ലാൻ വർക്കൗട്ടായ മൂന്ന് പാത്രത്തിലാവും.
നീ എന്താന്ന് വെച്ചാ പറ. വണ്ടിക്ക് ഇതെന്തു പറ്റി? കാറ് സ്റ്റാർട്ടാവുന്നില്ല, കേടായെന്നാ തോന്നുന്നത്. ശോ, ഇവിടെ അടുത്തെങ്ങാനും വർക്ക്ഷോപ്പ് ഉണ്ടോന്നും അറിയത്തില്ല. ഞാനേ താക്കോലിനെ ഒന്ന് വിളിക്കാം. താക്കോൽ ഏതെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുവരും. നിർത്ത്. കിട്ടുന്നില്ലല്ലോ. ഇത് എവിടെ പോയി കിടക്കുന്നത്? നിർത്തറ. നീ സൈഡാക്ക്. എന്താണ് ഇതിനകത്ത്? പട്ടാ പകൽ ഇതിനകത്ത് എന്താ പരിപാടി? എന്ത് പരിപാടി? അത് ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ആരാടാ ഇവള്? അയ്യോടാ, അതറിയില്ലേ? ഒന്നുകിൽ ഇവന്റെ ഭാര്യ, അല്ലെങ്കിൽ കൂടപ്പിറപ്പ്. അല്ല സാറേ, ഇവിടെ എന്താ പാർക്ക് ചെയ്തിരിക്കുന്നത്? ഇത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലല്ലോ. വണ്ടി കേടായി. എല്ലാവരും കേട്ടില്ലേ? അവന്റെ വണ്ടി കേടായി. കേടാവും. എടോ, താൻ എന്തേ കാണിക്കുന്നേ? ഇങ്ങോട്ട് ഇറങ്ങടി. എന്താ കാണിക്കുന്നേ? മാറിക്ക്. എന്താണ് നിന്റെ പേര്? ചോദിച്ച കേട്ടില്ലേ? എന്താ നിന്റെ പേരെന്ന്? ഇവളാ ഫൈനാൻസ് കോളേജിൽ പഠിക്കുന്നവളാ. ഞാനെന്ന് ഇവളെ കാണാറുണ്ട്. ഇവൾക്ക് ഇങ്ങനെ ചില ചുറ്റിക്കളികൾ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തേനെ. ഒന്നടങ്ങ്. ഇവന് മര്യാദ ഒന്ന് കാണിച്ചു കൊടുക്കാം. പൊട്ടാ പകലൊരു പെണ്ണിനെയും കൊണ്ട് ആളൊഴിഞ്ഞ ഭാഗത്ത് വന്നിട്ട് മര്യാദ പ്രസംഗിക്കുന്ന ഇവന്റെ തനി നിറം ലോകം ഒന്ന് കാണട്ടെ. ഇപ്പൊ കാണിച്ചു തരാടാ നിന്നെ. പ്രിയരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആധുനിക സമൂഹത്തിന്റെ സദാചാര ലംഘനത്തിന്റെ ഒരു നേർക്കാഴ്ചയിലേക്കാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ആളൊഴിഞ്ഞ ഭാഗത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന ഈ കാറ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണഗതിയിൽ വിജനമായ സ്ഥലത്ത് ഒരു കാറ് കണ്ടാൽ അതിലെന്തോ ദുരൂഹതയുണ്ടെന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആ സംശയം ഞങ്ങളെ കൊണ്ടെത്തിച്ചത് അവിഹിതത്തിന്റെ ഇങ്ങോട്ട് മാറാ. അവിടെ